ഇതാ കണ്ടത്. ബെസ്റ്റ്. ഗുണ കേവിലായിരിക്കുമല്ലേ അച്ഛൻ വീണത്? ആ എടി ഇങ്ങനൊരു പഴയ സിനിമ ഇല്ലേ കമലഹാസന്റെ? അച്ഛാ വല്ലാതെ വേർക്കുന്നുണ്ടോ? നമുക്ക് AC ഓണാക്കിയാലോ? അച്ഛൻ ഇനിയൊന്ന് വിയർക്കണ്ട. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആതിര അച്ഛനെ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? വിളിച്ചായിരുന്നു. അപ്പൊ അത് തന്നെയാ കാര്യം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സമാധാനം ഇല്ലാതെ ഓടി വന്നതല്ലേ അച്ഛൻ? ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. എന്നാലും ഒരു സമാധാനം വേണ്ടേ മോളെ? ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അപ്പൊ അതാണ് മാഷ കാര്യം. രണ്ടാമത് മീര വിളിച്ചപ്പോ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇവള് പറഞ്ഞെന്ന് ഞാൻ മാഷിനോട് പറഞ്ഞതല്ലേ? അമ്മ ഇനി അച്ഛൻ അതിന്റെ പേരിൽ വഴക്കൊന്നും പറയണ്ട. അച്ഛന്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. സേതു വന്നിട്ട് എന്ത് തീരുമാനം പറഞ്ഞു മോളോട്? ഞാൻ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു. അച്ഛൻ അതേ തീരുമാനത്തിൽ തന്നെയാ. സ്നേഹയുടെ അവധി കിടത്തിയതും കാര്യം ആലോചിക്കുമ്പോഴാ പേടി. ഇനി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. നീ വഴക്കിനൊന്നും നിൽക്കണ്ട. ഞങ്ങളും സേതുട്ടോടൊന്ന് സംസാരിക്കാം. പൊന്നുമോളല്ലേ? കമലയ്ക്ക് വേണ്ടേ? ഞാൻ താഴേന്ന് കുടിച്ചായിരുന്നു. മോളെ ഇന്ന് സമയം കിട്ടുമ്പോ നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുക. അവിടുത്തെ അമ്പലത്തില് മോക്ക് വേണ്ടി ചില പൂജകളൊക്കെ നടത്താനുണ്ട്. ഈ പ്രായത്തിൽ എന്ത് പൂജയമ്മേ? അവള് കുറച്ചുകൂടി വളരട്ടെ. അത് നിനക്ക് മോളെ കിട്ടും മുമ്പ് ഞങ്ങള് നേർന്നതാ. നിനക്കൊരു കുഞ്ഞിനെ തന്നാൽ പൂജകൾ നടത്തിക്കൊള്ളാന്ന്. അതുകൊണ്ട് അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഞാൻ സമയം പോലെ വരാം. അച്ഛൻ പറഞ്ഞാ മതി. ഇവിടെ വരുമ്പോ നീയും കൂടെ മോളെ കൊണ്ടുവാ. അവക്കും കൂടെ ചേർത്ത് നമുക്ക് പൂജയൊക്കെ നടത്താലോ അല്ലേ? ഉറപ്പായിട്ടും വരും. മോള് പണി തന്നല്ലോ. എന്താ അച്ഛാ? അവള് മൂത്രമൊഴിച്ചോ? അയ്യോ അച്ഛൻ ഇങ്ങത്താ. മുത്തശ്ശന് പണി കൊടുത്തോടി നീ? നിന്നെ കാണാൻ വന്നതല്ലേ മുത്തശ്ശൻ? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഞാനിപ്പോ വരാവേ. എന്താ മാഷേ? ഏയ്, അവളുടെ സന്തോഷം കണ്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞതാ. എത്ര വിഷമിച്ചതാ എന്റെ മോള്. ചേച്ചി വിഷമിച്ചതിനൊക്കെ പരിഹാരമായി ഇപ്പൊ ഇരട്ടി സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് ചേച്ചിയും മോളെയും കണ്ട പ്രസവിച്ച് ഞാനും എന്റെ മോളും തമ്മിൽ പോലും ഇത്രയും സ്നേഹമില്ലെന്ന് തോന്നും. സച്ചേട്ടനും അങ്ങനെ തന്നെയാ. കുഞ്ഞെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും. അത് പിന്നെ അവര് രണ്ടുപേരും അത്ര ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതല്ലേ. ഗർഭിണിയായിരിക്കുമ്പോ നമുക്ക് ഏകദേശം അറിയാലോ കുഞ്ഞിനെ എപ്പം നമ്മുടെ കയ്യിലോട്ട് കിട്ടുമെന്ന്. ഇത് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് കിട്ടിയതല്ലേ. അപ്പോ സ്നേഹം കൂടുകയുള്ളൂ. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിക്കണമെന്നൊന്നുമില്ല അമ്മയാവാൻ വേണ്ടി. അച്ഛ ചേച്ചിയെ പോലെ ഒരമ്മയെ കിട്ടിയത് ആ കുഞ്ഞിന്റെ ഭാഗ്യം തന്നെയാ. ആ ഭാഗ്യത്തെയാ ഞാൻ എന്റെ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നത്. സാറിന്റെ തിരക്കുകൾ എനിക്കറിയാവുന്നതാണല്ലോ. ഒരു ഡിഫൻസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കക്ഷികളാണ് ഏറ്റവും വലുത്. ഇന്നുവരെ
എന്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ കക്ഷികളെയും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല അത് പിന്നെ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? സാറ് വന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. സ്നേഹ അല്ലേ? അതെ സർ. അവന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ സർ? സ്റ്റേ കിട്ടില്ലേ? തൽക്കാലത്തേക്ക് നമുക്കൊരു സ്റ്റേ വാങ്ങാൻ കഴിയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിയമപരമായി അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് അച്ഛന്റെ സുഹൃത്തുക്കൾക്കോ അച്ഛന് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം. മക്കളിൽ ഒരാൾക്ക് പോലും അതിലൊരു അവകാശവും ഉന്നയിക്കാൻ കഴിയില്ല. അത് അച്ഛന്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. സാർ പറഞ്ഞു വരുന്നത്? വെരി സിമ്പിൾ. വളരെ ഈസിയായി സ്റ്റേ അവർക്ക് വെക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഒരു വഴിയില്ലേ സർ? കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. പക്ഷേ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലായിരുന്നു. അമ്മയുടെ മരണശേഷമാ സ്വത്തുക്കളെല്ലാം അച്ഛന്റെ പേരിലോട്ട് മാറ്റിയത്. ആ, ഇതാണ് പോയിന്റ്. അച്ഛന്റെ സ്വത്തിന്റെ മേലുള്ള അവകാശം പോലെയല്ല മക്കൾക്ക് അമ്മയുടെ സ്വത്തിന്മേലുള്ള അവകാശം. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. ഇനി ഏതെങ്കിലും മക്കൾ മരിച്ചുപോയാൽ അവരുടെ മക്കൾക്കും ഈ സ്വത്തിൽ അവകാശമുണ്ടാവും. മക്കളുടെ സമ്മതമില്ലാതെ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ അച്ഛൻ ശ്രമിച്ചാൽ നിങ്ങൾ മക്കൾക്ക് അത് തടയാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. കോടതി ഉറപ്പായിട്ടും ഇതിന് സ്റ്റേ അനുവദിക്കും. അത് മതി സാർ. എത്രയും പെട്ടെന്ന് സാർ ഇതിനൊരു സ്റ്റേ വാങ്ങിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഇന്ന് തന്നെ നമുക്ക് കോടതിയിൽ മൂവ് ചെയ്യാം.